ഹലോ, നമുക്കേ നമ്മുടെ ചൂണ്ടയിലത്തെ മോണോലൈനായിരുന്നു ഇതിൽ കിടന്നിരുന്നത്. അതൊന്ന് മാറ്റിയിട്ട് ബ്രൈഡുകളിലേയും കയറ്റാം. ഇന്നത്തെ പരിപാടി അതാണ്. ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടിട്ട് അതിൽ ഈ സാധനം ഇട്ടിട്ട് നമ്മൾ ലോഡ് ചെയ്യും. അപ്പോൾ ഗുണമെന്ന് വെച്ചാൽ ബ്രൈഡിൻ്റെ ടെക്സ്ചർ മാറാതെ കറക്റ്റായിട്ട് ഉണ്ടായിക്കോളും. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടേ നമ്മുടെ ബ്രൈഡ് അതിനകത്തിട്ട് വെച്ചിട്ട് ഒരടപ്പൻ ഹോളുള്ള അടപ്പനിൽ കൂടെ അതിൻ്റെ ഒരറ്റം കൂടി വലിച്ചെടുക്കുക. അതെടുത്ത് നമ്മൾ റീലിലേക്ക് കണക്ട് ചെയ്യും. ഏറ്റവും നേരെ ഗൈഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഞാനെപ്പോഴും ഒരു ബോട്ടം പീസാണ് എടുക്കുക റോഡിൻ്റെ. നമുക്ക് ഫുൾ റോഡിൻ്റെ ആവശ്യമില്ല ഇത് ചെയ്യാനായിട്ട്. മെഷീനൊക്കെ ചെയ്യണവരുണ്ട് കേട്ടോ. നമ്മളെപ്പോലെ സാധാരണ രീതിയിൽ ചെയ്യാൻ റോഡിൻ്റെ ബോട്ടം പീസ് മതി. അതിലേക്ക് റീൽ കണക്ട് ചെയ്യുക, ബെയിൽ ഓപ്പൺ ചെയ്യുക. ഞാൻ സാധാരണ ഒരു കെട്ടാണ് സാധാരണ ഗതിയിൽ ഈ റീലിൽ വിൽക്കാറ്. കാരണം ഒത്തിരി ലൈൻ ഉണ്ടാവും. അത്യാവശ്യം 300 മീറ്റർ ലൈൻ എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ മീൻ പിടിക്കണം ഈ ലൈൻ കൊണ്ടുപോകണമെങ്കിൽ. അപ്പോൾ സാധാ ഒരു കടുങ്ങിട്ട് കിട്ടിയിട്ട് നാട്ടിലത്തെ ഊരാക്കുടുക്കാണ് ഞാൻ ഇടാറ്. ഓക്കെ, സാധാ ഒരു വളയം അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് സാധാ ഒരു ഊരാക്കുടുക്ക് ഇടുക. അതൊന്ന് ഉറപ്പിക്കുക. നേരെ താണ്ടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഞാൻ ചെയ്യൽ. എന്നിട്ട് ഒന്നുകൂടി വളച്ചിട്ട് കൊടുക്കും അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഈ സാധനം സേഫായി. ഇനി പെട്ടെന്നൊന്നും പൊട്ടൂല. ഇതിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താലേ ഇഷ്ടംപോലെ ഇത് നിങ്ങൾക്ക് കിട്ടൂട്ടാ. എങ്ങനത്തെ നോട്ട് കിട്ടണം കുറേ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. റീലുമിലേക്ക് എന്ത് നോട്ടാണ് ബെസ്റ്റ് എന്നൊക്കെ. അങ്ങനൊന്നുമില്ല. ഒരു വിധപ്പെട്ട സ്റ്റാൻഡേർഡ് നോട്ട് ചെയ്തിട്ടാലും കിട്ടും. പിന്നെ നമ്മൾ ഈ ബിഗ് ഗെയിമിങ്ങിന് പോണവർ, അതായത് വലിയ GT, മാർലിൻ, പിന്നെ ബ്ലൂഫിൻ, ഇതൊക്കെ പിടിക്കാൻ പോകുമ്പോഴത്തേനും നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ തന്നെ കരുതിയിട്ട് പോകണം. അല്ലെങ്കിൽ ഇവന്മാർ എടുത്തുകൊണ്ട് പോകും. സോ ഇതാണ് ഞാൻ ചെയ്യൽ. എന്നിട്ട് ഇതിൻ്റെ 2 ഞാനൊരു കട്ട് കളയും. ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോമാറ്റിലേക്ക് എത്തി. ഇനി ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനൊരു കൈ ഇങ്ങനെ ഇവിടെ പിടിക്കൂട്ടാ. കാരണം അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ബ്രൈഡ് ഇതിൽ കറക്റ്റായിട്ട് വിൻഡ് ആവാനായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് കറക്കുക. ഓക്കെ, ഇങ്ങനെ കറക്കി കൊടുക്കും. ഏകദേശം ഇതാണ്ടേ ഇത്രത്തോളം വിൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതിയാവും. ഓക്കെ, നമ്മൾ ഈ ഒരു കട്ടിങ് ഉണ്ടല്ലോ ഇവിടെ, ഈ ബെയിലിൻ്റെ ഇതാണ്ട് ഈ ഒരു കട്ടിങ് കണ്ടില്ലേ, അവിടെ വരെ വെച്ച് നിർത്തിയേക്കണം. ഞാനൊക്കെ നേരത്തെ തുടങ്ങിയ സമയത്തെ കുറേ ലൈൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അറ്റം വരെ സ്പൂൾ ചെയ്യുമായിരുന്നു. അപ്പോൾ പ്രശ്നം വെച്ചാൽ എറിയുമ്പോഴത്തേനും ഓരോ എറിനും ഓരോ കെട്ടാണ്. കെട്ടെന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്മണ്ടം കെട്ട് ഒരു 4 മണിക്കൂർ കൊണ്ടുവരാൻ പോയ 2.5 മണിക്കൂർ കെട്ട് കഴിക്കാനുള്ള പരിപാടി. പിന്നെയാണ് നമ്മളതൊക്കെ പഠിച്ചത്. അപ്പം ഇനിവേ ഈ സ്പൂളിൻ്റെ ഈ ഒരു കട്ടിങ് വരെയാണ് നിങ്ങൾ ചെയ്യാവുക. കണ്ടോ, ഇവിടെ ക്ലീൻ ഒരു കട്ടിങ് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങളുടെ ഒരു സ്ലോപ്പ് കട്ടിങ് ആണ്. അതെന്ന് പറഞ്ഞാൽ ലൈൻ സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോവാൻ. ലൈൻ നമ്മളെപ്പോൾ സ്പൂൾ ചെയ്യേണ്ടത് ഈ ഒരു കട്ടിങ് ഭാഗം വരെയാണ് ഉള്ളിലത്തെ കേട്ടോ. അതിനപ്പുറത്തേക്ക് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യൽ. നല്ലൊരു പരിപാടിയാണ്. ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്യുക. അത്യാവശ്യം കൊള്ളാം.